കേരളത്തിൽ നിന്നും വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. വിദേശത്തേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 5 വർഷത്തിനിടെ ഇരട്ടിയായെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. നമുക്ക് IIT അഡ്മിഷനിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന മൊത്തം കുട്ടികൾ 1.08% ആണ്. 1.08%. പക്ഷേ ഏകദേശം നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നതാണ് രാജസ്ഥാനിൽ ഒത്തിരി അല്ലെങ്കിൽ IIT കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടെന്നുള്ളത് ശരി. അത് ഒച്ചാൽ സംസ്ഥാന നിലയ്ക്ക് ഒരു കമ്പാരിസൺ ഡ്രോ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനമാണ് രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് 15.82%. ആ സമയത്താണ് കേരളത്തിൽ IITയിലും IIMയിലും 1.08%. വാട്ട് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് സാർ ദേശീയ പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത്? നമ്മളിവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. A+ഉം NACും പ്ലസും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നിപ്പോവാണ് സാർ. അതിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. ഇനി ആ കണക്ക് തന്നെ പറയുന്നു, ശരാശരി ഒരു സംസ്ഥാനത്തു നിന്നും 8 മുതൽ 10% വരെ കുട്ടികൾ IITയിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നും 1% 1.08%. അതുപോലും നമ്മുടെ കണ്ണു തുറപ്പിക്കില്ലേ? നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത്? നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ, ഞാൻ ഇനി അത് പറഞ്ഞ് ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം. ഞാൻ ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി നടത്തി. നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം, സത്യമാണെന്ന് നിങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ആ വീടും ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ശരാശരി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ആകെ ഒരു മകനാണുള്ളത്. ആ മകൻ വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പോയതാണ്. അപ്പച്ചനും അമ്മച്ചിക്കും പ്രായമായി. അവരെ നോക്കാൻ നിവൃത്തിയില്ല, അവർക്ക് ചെറിയ സഹായം വേണം. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന് അവരെ സഹായത്തിന് വരുന്നുണ്ട്. എല്ലാ ദിവസവും വണ്ടിയിൽ അവിടെ എവിടെയും പോണി കൊണ്ടുപോകും, മരുന്ന് മേടിച്ചുകൊണ്ട് എല്ലാം കൊണ്ടുവരും കഴിയും. ഞാനപ്പോൾ ഈ പയ്യനെ വിളിച്ചു. ഈ പയ്യൻ UK-ലാണുള്ളത്. ആ UK-ൽ നിന്നപ്പോൾ ഞാനോട് നീ എന്താ പഠിക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ UK-ലെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് സാർ. ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് UK-യിൽ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട്. അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. സോ സം റീസൺസ്, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ ഈ ബംഗാളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത്. ഇതാണ് കേരളത്തിലെ ശരാശരി സാഹചര്യം. ഇതിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. നമ്മൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനത് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുന്നതെന്ന് ധരിക്കരുത്. നമുക്ക് വരുമായിരുന്ന എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട് നമ്മൾ നശിപ്പിച്ചാണ് സാർ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബാംഗ്ലൂരിലെ പേ സ്കെയിലിന്റെ കാര്യം, ഹൈദരാബാദിലെ പേ സ്കെയിലിന്റെ കാര്യം, ചെന്നൈയിലെ പേ സ്കെയിലിന്റെ കാര്യം, എങ്ങനെയാണ് അവർക്ക് സാധിച്ചതെന്നറിയോ? നിയമസഭയിൽ മാത്യു കുഴൽനാടൻ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.